ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നൊരു ഈവനിങ് വ്ളോഗാണ്. കുറേയായി ഞാൻ പാസ്ത തിന്നാൻ ഇങ്ങനെ കൊതിയായിട്ട്, പിന്നെ അതിൻ്റെ സാധനങ്ങളൊന്നും സെറ്റായി വരാത്തതുകൊണ്ട് ഉണ്ടാക്കാൻ അങ്ങനെ ലേറ്റായി. അപ്പോൾ ഇന്നലെ ഞാൻ തലേന്ന് ഇക്കാനോട് ഇതിൻ്റെ സാധനങ്ങളെല്ലാം വാങ്ങി വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോൾ എന്തായാലും വൈകുന്നേരത്തെ ചായക്ക് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈവനിങ്ങിൽ ഉണ്ടാക്കാമെന്ന് കരുതി. അങ്ങനെ ഇതാ പാസ്ത ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പാസ്ത ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ, പിന്നെ ഞാൻ ഉണ്ടാക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്തതാണ്. ഇതിലേക്ക് ഞാൻ എല്ലില്ലാത്ത ചിക്കനും കുറച്ച് ക്യാരറ്റും എടുത്തിട്ടുണ്ട്. പിന്നെ അത് ഒന്ന് ബട്ടറിൽ സോട്ട് ചെയ്തെടുക്കണം. ബട്ടറിലാണ് ഞാനത് വേവിച്ചെടുക്കുന്നത്. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്, കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ. പിന്നെ ബട്ടർ ആദ്യം ഇട്ട് കൊടുത്താൽ വേഗത്തിൽ തന്നെ ബട്ടർ കരിഞ്ഞു പോകുമല്ലോ, ചിലപ്പം ബട്ടർ കളറ് മാറാൻ സാധ്യത ഉണ്ട്. അപ്പോൾ പിന്നെ പാസ്തൻ്റെ ആ ഒരു വൈറ്റ് കളർ കിട്ടില്ല. അതുകൊണ്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടാണ് ബട്ടർ ഇട്ട് കൊടുത്തത്. പിന്നെ ചിക്കൻ ഇട്ട് കൊടുത്ത് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ബട്ടറിൽ സോട്ട് ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടാവും പാസ്തക്ക്. അല്ലാണ്ട് വേവിച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ ഒരു അത്ര ടേസ്റ്റ് വരില്ലല്ലോ. ഇത് പാസ്ത നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിലേക്ക് തന്നെ ഞാൻ ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ട് വേവിക്കുന്നുണ്ട്. വേഗം കുക്കായി വരും, ജസ്റ്റ് കുറച്ച് സമയം എടുക്കുന്നുള്ളൂ, വേഗം കുക്കായി വരുന്നുണ്ട്. പിന്നെ ചിക്കൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ചിക്കനിലെ വെള്ളം നല്ലോണം ഡ്രെയിൻ ചെയ്തിട്ട് വേണം എടുക്കാൻ. അത് ചിക്കനിൽ എന്തായാലും വെള്ളം ഇറങ്ങുമല്ലോ, അതുകൊണ്ട് ചിക്കനിലെ വെള്ളം നല്ലോണം ഡ്രെയിൻ ചെയ്യുക. അപ്പോൾ ചിലപ്പോൾ കുറച്ച് വെള്ളം ഉണ്ടാകുമ്പോൾ അത് പാസ്തയിലും എന്തായാലും വെള്ളമില്ലാണ്ട് ഇരിക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ഇതാ ഇപ്പുറത്തെ ഞാൻ പാസ്ത വേവിക്കാൻ വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അത് തിളക്കാനായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിലും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടെടുത്തിട്ടുണ്ട്. ഉപ്പ് കുറച്ചൊന്ന് മുന്തി നിൽക്കണം, എന്നാലേ നമ്മളെ പാസ്തയിലേക്ക് ഉപ്പ് കറക്റ്റായിട്ട് പിടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇത് വേഗത്തിലൊന്ന് കുക്കാവും. അങ്ങനെ ഇതാ പാസ്ത അവിടെ നിന്ന് വേവുന്നുണ്ട്. പിന്നെ ഉപ്പെല്ലാം കറക്റ്റാണോ എന്ന് ഞാൻ ചെക്ക് ചെയ്തതിലാണ്. അങ്ങനെ ഇപ്പുറത്ത് നമ്മളെ ചിക്കനും ക്യാരറ്റും എല്ലാം വെന്ത് ശരിയായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. വേഗത്തിൽ കുക്കാവും. അത്ര വലിയ പീസാക്കിയിട്ടല്ലല്ലോ കട്ട് ചെയ്തത്, ചെറിയ ചെറിയ പീസാക്കിയിട്ടല്ലേ. അതിനുശേഷം ഇതാ പാസ്ത എല്ലാം കുക്കായി വന്നേരം ഞാനിതാ വെള്ളം ഡ്രെയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മളെ ചിക്കനും പാസ്തയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ, കുക്കായി വന്നിട്ടുണ്ട്. അത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റില്ല. ഈ പാത്രത്തിൽ തന്നെയാണ് ഞാൻ പാസ്ത ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ പാത്രം യൂസ് ചെയ്യാം. കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ കരിഞ്ഞു പോകാണ്ടിരിക്കാണ്ടിട്ടാണ്, കുറച്ച് ഒഴിച്ചാൽ മതി. അങ്ങനെ ഇതാ ഒരു 2 ടീസ്പൂണ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കുക്ക് ചെയ്യുമ്പോൾ ചെറിയ ഫ്ലെയിമിലാക്കി വെക്കാൻ ശ്രദ്ധിക്കണം. നമ്മളെ ബട്ടർ കരിഞ്ഞു പോകാനും അതുപോലെ തന്നെ വെളുത്തുള്ളി കളറ് മാറിയാൽ പാസ്തക്ക് അത്ര ടേസ്റ്റ് കിട്ടില്ല, വേറെ ടേസ്റ്റ് വരാൻ. അപ്പോൾ അത് കരിഞ്ഞു പോകാണ്ടിരിക്കാനും ശ്രദ്ധിക്കുക. പിന്നെ 2 ടീസ്പൂണ് മൈദപ്പൊടിയും ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ചെറിയ തീയിലിട്ടിട്ട് നന്നായി ഇത് കുക്ക് ചെയ്തെടുക്കുക. അതിൻ്റെ മൈദൻ്റെ പച്ചച്ചോയ മാറുന്ന വരെ നല്ല രീതിയിൽ കുക്ക് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഞാൻ ഫ്രഷ് ക്രീമാണ് എടുക്കുന്നത്. ഫ്രഷ് ക്രീമും കുറച്ച് പാലും ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഫ്രഷ് ക്രീം മാത്രം എനിക്ക് മതിയായിട്ടില്ല. പാസ്ത തണുത്ത് വരുമ്പോൾ കുറച്ച് ടൈറ്റായി വരുമല്ലോ, അതുകൊണ്ട് തന്നെ കുറച്ച് ലൂസായിട്ട് തന്നെ ഇരിക്കണം. ഞാൻ 1 കപ്പ് ഫ്രഷ് ക്രീമും കാ കപ്പ് പാലും എടുത്തിട്ടുണ്ടായിരുന്നു. 1.5 കപ്പ് ഉണ്ടായിന് ഫ്രഷ് ക്രീം. അങ്ങനെ ഇതാ കുറച്ചായിട്ട് ഇട്ടിട്ട് നമുക്കിതെല്ലാം കട്ടയില്ലാണ്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. കട്ടയില്ലാണ്ട് തന്നെ യോജിപ്പിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം.
നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കട്ടയില്ലാണ്ട് എല്ലാം റെഡിയാക്കി എടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ചില്ലി ഫ്ലേക്സും ആഡ് ചെയ്ത് കൊടുക്കുക. വൈറ്റ് പെപ്പർ ആയിരിക്കും കേട്ടോ നല്ലത്. കുരുമുളക് പൊടി ഇത് ബ്ലാക്ക് പെപ്പർ ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. കാരണം ഇതിൻ്റെ ആ വൈറ്റ് കളറ് മാറാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് മാത്രമേ ആഡ് ചെയ്ത് എടുക്കുന്നുള്ളൂ. പിന്നെ ഇവിടെ കുട്ടികൾക്കും അത്ര വലിയ കൂടുതൽ എരിവ് ഇഷ്ടമല്ല, അതുകൊണ്ട് ഒരു കണക്കിന് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ചില്ലി ഫ്ലേക്സും ആഡ് ചെയ്ത് നമ്മൾ വേവിച്ച് വെച്ച ചിക്കനും ക്യാരറ്റും ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ അതോടൊപ്പം തന്നെ ഇതാ റെഡിയാക്കി വെച്ച പാസ്ത, വേവിച്ച് വെച്ച പാസ്തയും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് എടുക്കുക. അത് വൈറ്റ് സോസ് എല്ലാ പാസ്തേൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇത് മിക്സ് ചെയ്യുമ്പോൾ നമ്മളെ ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കി വെക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചീസും കൂടി 2 സ്ലൈസ് ചീസാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ചാൽ നമ്മളെ പാസ്ത ഇവിടെ റെഡിയായി. എൻ്റെ ചെറിയ മോൾക്ക് പാസ്ത വലിയ താല്പര്യമില്ല. പാസ്ത ഫ്രൈഡ് റൈസ് അതൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ആണ് അധികം ഞാൻ ഉണ്ടാക്കാൻ നിൽക്കാറില്ല. പിന്നെ ഇപ്പോൾ എനിക്ക് വല്ലാണ്ട് കൊതിയായി തിന്നാൻ തോന്നാൻ കൊതിയായിട്ട് കുറേ ആയി ഞാൻ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ മോളോട് ചോദിച്ചേരെ കഴിക്കുമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്, എന്താണെന്നൊന്നും അറിയില്ല. അങ്ങനെ പക്ഷേ പാസ്ത നല്ല ടേസ്റ്റ് ഉണ്ടായിന്. നമ്മളിത് ഈവനിങ്ങിനെല്ലാം ആക്കിയത്. അപ്പോൾ പിറ്റേന്നും ഇത് ചൂടാക്കി എടുക്കാൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ ബാക്കി ഉണ്ടായൊരു ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേന്ന് ചൂടാക്കി കഴിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിന്. പിന്നെ ഇതാ ലാസ്റ്റ് കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കുക. ഇനി അടുത്ത പണി നമ്മൾ കിച്ചണൊന്ന് ക്ലീൻ ചെയ്തെടുക്കലാണ്. കുറച്ച് പാത്രങ്ങളും ഈ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കേണ്ട സാധനങ്ങളും അതെല്ലാം ഒന്ന് എടുത്ത് റെഡിയാക്കി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈവനിങ്ങിൽ കിച്ചൺ ഡ്യൂട്ടി കഴിഞ്ഞ് കുട്ടികൾ വരുമ്പം തന്നെ ഇതെല്ലാം വേഗം ഒന്ന് റെഡിയാക്കി സെറ്റാക്കി ക്ലീൻ ചെയ്തെടുക്കലാണ്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് വേറെയും കുറച്ച് പണികളെല്ലാം ഉണ്ട്. അതുകൊണ്ട് ഞാനൊരു 4 മണിയാവുമ്പോഴാണ് കുക്ക് ചെയ്യാൻ കയറിയത്. പിന്നെ കുട്ടികളെന്തായാലും 5 മണിയാവുമല്ലോ വരാൻ. അപ്പോഴത്തേക്കെല്ലാം കുറച്ചും കൂടി പണിയെല്ലാം എടുക്കാമെന്ന് കരുതിയിട്ടാണ് ഈ സമയത്തേക്ക് ഇറങ്ങിയത്. പിന്നെ ഉച്ചയ്ക്ക് ഞാൻ കുറച്ച് നേരം കിടന്നിട്ടുണ്ടായിരുന്നു. ഫുഡ് ഉണ്ടായത് കൊണ്ട് തന്നെ ഫുഡൊന്നും ഉച്ചക്ക് ഉണ്ടാക്കാനൊന്നും ഇല്ലേനു. പിന്നെ ഈവനിങ്ങിൽ കുറച്ചൊരു ഉഷാറ് വന്നേരം അങ്ങനെ പാസ്ത എല്ലാം ഉണ്ടാക്കാൻ അങ്ങ് ഇറങ്ങിയതാണ്. പിന്നെ ഇതാ ഇവിടെ എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെച്ച്, പിന്നെ ഇനി രാത്രിയല്ലേ കിച്ചണിലേക്ക് വരുള്ളൂ രാത്രിത്തെ ഫുഡ് ഉണ്ടാക്കാൻ. അതുകൊണ്ട് ഇതെല്ലാം ഇപ്പം തന്നെ തുടച്ച് വെച്ചാൽ രാത്രി കയറുമ്പോൾ നല്ല രീതിയിൽ എളുപ്പത്തിൽ വേഗം ഉണ്ടാക്കാൻ കഴിയും. വേഗം നമ്മളെ ഡ്യൂട്ടി കഴിഞ്ഞ പാടന്നെ കിച്ചൺ ക്ലീൻ ചെയ്തിട്ടാൽ പിന്നെ കുറച്ച് സമാധാനം, അല്ലെങ്കിൽ ടെൻഷനായിരിക്കും കിച്ചൺ വൃത്തിയാക്കാനുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ എപ്പാന്ന് എനിക്ക് ക്ഷീണം കാര്യങ്ങളെല്ലാം വരുന്നതെന്ന് അറിയില്ല, അപ്പം മടിയും ഉണ്ടാവും. പിന്നെ കുറച്ച് പാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ചിക്കന് കുറച്ച് ക്ലീൻ ചെയ്ത് എടുത്ത് വെക്കാനുണ്ട്. ഞാൻ പാസ്തക്ക് എടുത്തിട്ട് കുറച്ച് അവിടെ മാറ്റി വെച്ചതാണ്. അതെല്ലാം ഇതാ കഴുകിയെടുത്ത് 2 ഡബ്ബയിലാക്കിയിട്ട് വേറെ വേറെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതാവുമ്പോൾ നമുക്ക് കുക്ക് ചെയ്യാൻ എളുപ്പമാണല്ലോ. വേഗം എടുത്തിട്ട് ഇങ്ങനെ എല്ലാം ഒപ്പരം ഉണ്ടാകുമ്പോൾ ഐസെല്ലാം പോകാൻ ബുദ്ധിമുട്ടല്ലേ. ഇതാകുമ്പോൾ ഓരോ ദിവസത്തേക്കുള്ളത് മാറ്റിയെടുത്ത് വെച്ചാൽ കുറച്ചും കൂടി എളുപ്പമായിട്ടുണ്ടാവും. പിന്നെ ഇതാ ചിക്കൻ്റെ പാത്രം കൂടി ഞാൻ കഴുകിയെടുത്ത് വെക്കലാണ്. അങ്ങനെ എൻ്റെ കിച്ചണിലെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിലും കൂടി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് അലമാര സെറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. ഇന്നലെ കുറച്ചൊന്ന് റെഡിയാക്കി വെച്ചതേനു. എനിക്കിപ്പോൾ പ്രഗ്നൻ്റ് ആയാലും കുറച്ച് വയറെല്ലാം വന്നേരം തന്നെ പിന്നെ നമ്മൾ സാധാ യൂസ് ചെയ്യുന്ന ഡ്രസ്സൊന്നും അങ്ങനെ എനിക്ക് ഒന്നും പാകമാകുന്നില്ല. അപ്പോൾ കുറച്ചെല്ലാം അങ്ങ്
മാറ്റി എടുത്ത് വെച്ച് നമ്മൾ മുകളിലുള്ള കബോർഡിൽ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടുന്ന് എല്ലാം മടക്കി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒക്കുന്നതും ഇപ്പോൾ ഇടാൻ പറ്റുന്നതെല്ലാം ഇവിടെ താഴെ വെച്ച് ബാക്കിയെല്ലാം മുകളിൽ കൊണ്ടുവെക്കാമെന്ന് വിചാരിച്ചിട്ട് മടക്കി എടുത്ത് വെച്ച്. അപ്പോൾ പിന്നെ ഈ താഴത്തെ ഈ കള്ളി മാത്രമേ എനിക്കിനി വൃത്തിയാക്കാനുള്ളൂ. അപ്പോൾ പിള്ളേർ വരുന്നതിന് കുറച്ചും കൂടി സമയമുണ്ട്. അപ്പോൾ ആ സമയത്തിൽ ഇതും കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച്. ബെഡ്ഷീറ്റാണ് അത് മൊത്തം മക്കളേനു മടക്കി വെക്കൽ. ഞാനങ്ങനെ താഴെ കുനിഞ്ഞിട്ട് അങ്ങനെ ചെയ്യാൻ നിൽക്കലില്ല. അപ്പോൾ മക്കൾ മടക്കി വെക്കുന്നതുകൊണ്ട് തന്നെ ഒരു വൃത്തിയിലല്ലാണ്ട് ഡിസോർഡറായിട്ട് കിടക്കുന്ന. അപ്പോൾ അതെല്ലാം ഒന്ന് നല്ല വൃത്തിയിൽ മടക്കി റെഡിയാക്കി എടുത്ത് വെക്കാമെന്ന് വിചാരിച്ച്. പിന്നെ എല്ലാം കുറച്ച് ഓരോ ഭാഗങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചാൽ വലിയ ബുദ്ധിമുട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങളെല്ലാം ഓരോ സമയത്തിൽ ഇങ്ങനെ എനർജി കിട്ടുമ്പോൾ ഓരോ കാര്യങ്ങളെല്ലാം ചെയ്ത് വെക്കലാണ്. പിന്നെ ഇപ്പോൾ 7-ാം മാസം തുടങ്ങാനായല്ലോ. അതുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങളെല്ലാം ഓരോ രീതിയിൽ ഞാൻ തന്നെ ഒരുക്കി റെഡിയാക്കി എടുത്ത് വെക്കൽ. ഇപ്പോഴേ എല്ലാം ഓരോന്ന് വീടെല്ലാം ഓരോ ഭാഗങ്ങളെല്ലാം ക്ലീൻ ചെയ്യാനും റെഡിയാക്കാനെല്ലാം തുടങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടി കഴിയുമ്പോൾ നല്ല ബുദ്ധിമുട്ടെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ ഇതെല്ലാമാണ്. ഇത്രയും ഡ്രസ്സുണ്ട്. ഇതൊന്നും എനിക്ക് ഇപ്പോൾ ഒന്നും ഇടാൻ പറ്റുന്നില്ല. അപ്പം മുകളിലെ കബോർഡിൽ ഇക്ക വന്നിട്ട് വേണം അത് മേലിൽ കൊണ്ടുപോയിട്ട് വെക്കാൻ. ബാക്കിയുള്ളത് വേണ്ടാത്ത ആവശ്യമില്ലാത്ത സാധനമെല്ലാം ഒരു കവറിൽ കെട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മക്കളെല്ലാം സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ചായ ഉണ്ടാക്കലാണ്. ചായ ഉണ്ടാക്കലെന്ന് പറഞ്ഞാൽ 3 ആൾക്ക് 3 രീതിയിലാണ് ഉണ്ടാക്കേണ്ടത്. ഒരാൾക്ക് ബൂസ്റ്റ്, പിന്നെ അനക്കും മിൻഹക്കും ചായയാണ്. ലൂലുവിനാണ് ബൂസ്റ്റ് വേണ്ടത്. പിന്നെ അവൾ ചായ കുടിക്കൂല. ഞാൻ പിന്നെ മധുരമില്ലാത്ത ചായയും. അങ്ങനെ 3 ടൈപ്പായിട്ട് 3 ഭാഗമായിട്ട് ഉണ്ടാക്കണം. അതാണ് ഇപ്പോഴത്തെ ടാസ്ക്. ഞാനിപ്പോൾ ഷുഗറുള്ള സാധനമൊന്നും അങ്ങനെ കഴിക്കാറില്ല. അത് മാക്സിമം ഒഴിവാക്കില്ല. പിന്നെ എനിക്കങ്ങനെ ഷുഗർ ക്രേവിങ്സും ഇല്ല. അധികം എരിവുള്ള സാധനങ്ങളോടാണ് തിന്നാനെല്ലാം ആഗ്രഹം. പിന്നെ മക്കളെല്ലാം കുളിച്ച് റെഡിയാകുന്നുണ്ട്. അപ്പോഴത്തേക്ക് ചായയെല്ലാം വേഗം റെഡിയാക്കി എടുക്കട്ടെ. ബൂസ്റ്റ് ഇങ്ങനെ ചെറിയ 10 രൂപേൻ്റെ പാക്കറ്റാട്ടോ ഞാൻ വാങ്ങി വെക്കൽ. ബോട്ടിൽ വാങ്ങി വെച്ചാൽ പിന്നെ കുട്ടികൾ ചിലപ്പോൾ അതില്ലേ ഞാൻ കാണാണ്ട് എടുത്ത് തിന്നും. അതുകൊണ്ട് തന്നെ അത് വേഗത്തിൽ കട്ട കെട്ടുന്നതുകൊണ്ട് ഭയങ്കര ഇടങ്ങാറ്. അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ 10 രൂപേൻ്റെ പാക്കറ്റ് വാങ്ങി വെച്ചാലില്ലേ അത് ഒരു 2 ദിവസത്തേക്ക് ഉണ്ടാവും. രാവിലെയും വൈകുന്നേരം കുടിക്കാൻ അങ്ങനെ 2 ദിവസത്തേക്ക് എത്തും. പിന്നെ അങ്ങനെ കട്ട കെട്ടുന്നില്ല. അത് വേഗം തീരുന്നുണ്ടല്ലോ. ബോട്ടിലാവുമ്പോൾ കുറേ സ്റ്റോക്ക് ചെയ്ത് വെക്കുമ്പോൾ പിള്ളേരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് കുട്ടികളല്ലേ നല്ല രീതിയിൽ മൂടിയെടുത്ത് വെക്കൂലല്ലോ. അപ്പോൾ അത് വേഗം കട്ട കെട്ടും. അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെയാണ് ചെയ്യൽ. ഇതാവുമ്പോൾ കുറച്ച് നല്ല രീതിയിലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ബൂസ്റ്റ് റെഡിയാക്കിനടുത്ത എനക്കും മിൻഹക്കുള്ള ചായ റെഡിയാക്കി എടുക്കലാണ്. 2 ആൾ ഇവിടെ എൻ്റെ അരിയിൽ തന്നെ ഉണ്ട്. ചായയെല്ലാം റെഡിയാക്കുന്നതും വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ നല്ല സൈലൻ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒപ്പിച്ചെല്ലാം വെക്കും കേട്ടോ. പാസ്ത എന്ന് പറഞ്ഞിട്ട് നല്ല സന്തോഷത്തിലാണ് ഇരിക്കുന്നത്. ലൂലുവിന് പാസ്ത വലിയ ഇഷ്ടമല്ല. പക്ഷേ മൂപ്പറ് തിന്നുന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് ഞാൻ റെഡിയാക്കി വെച്ചിനി. നോക്കാം കഴിക്കുകയില്ല. നമ്മളെല്ലാവരും കഴിക്കുമ്പോൾ ഒരാൾ മാത്രം കഴിക്കാണ്ട് നിൽക്കുമ്പോൾ ഭയങ്കര ടെൻഷനല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ കഴിക്കാത്ത സാധനങ്ങളെല്ലാം മാക്സിമം ഒഴിവാക്കാറാണ് പതിവ്. പിന്നെ എല്ലാവരും കഴിക്കുന്ന സാധനം മാത്രം ഉണ്ടാക്കും. പിന്നെ നമ്മൾ ചായ കുടിക്കലാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉച്ചക്കാണ് അലക്കിയിട്ടുണ്ടായത്. ഞാൻ പറഞ്ഞല്ലേ കുറച്ചൊന്ന് കിടന്നതിന്. അലക്കാൻ മെഷീനിൽ ഉച്ചക്കേനെ ഇട്ടേ. അപ്പോൾ മക്കൾ വരുമ്പോഴൊക്കെ അതെല്ലാം അവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ മുകളിലേക്ക് ഇപ്പം മഴ ആയതുകൊണ്ട് തന്നെ മുകളിലാണ് ആറിയിടൽ. ആറിയിടുമ്പോൾ എനിക്ക് മുകളിൽ അത് എടുത്തു കൊണ്ടുപോകാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ ഒന്നെങ്കിൽ രാവിലെ അലക്കിയിട്ടുണ്ടെങ്കിൽ ഇക്ക
മുകളിൽ കൊണ്ടുവച്ച് തരും. അല്ലെങ്കിൽ പിന്നെ മിൻഹ ഉണ്ടാകുന്ന സമയത്ത് മിൻഹേൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്ത് തരും. അപ്പോൾ ഓളും കൂടി ഉണ്ടാവുമ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആറിയിട്ടിട്ടില്ല. അതെല്ലാം ഇപ്പോൾ രാത്രിയാണ് ചെയ്യുന്നത്. പിന്നെ അതിന് ശേഷം ഇതാ മഗ്‌രിബ് ബാങ്ക് കൊടുത്ത് നമ്മളെ നിസ്കാരവും ഖുർആൻ ഓതലെല്ലാം കഴിഞ്ഞ് മക്കൾക്ക് കുറച്ച് ഹോംവർക്കും കാര്യങ്ങളെല്ലാം ഉണ്ടായി. ഞാൻ പറയില്ലേ പിള്ളേർ ടൈം ടേബിളെല്ലാം തലേന്നേ എടുത്ത് വെക്കാറുണ്ട്. ഞാൻ ഹെൽപ്പ് ചെയ്യലില്ല കേട്ടോ, അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കലാണ്. കാരണം അവരതെല്ലാം ചെയ്ത് ശീലിക്കണ്ടേ. അതുകൊണ്ട് തലേന്നേ അവരെ കൊണ്ട് തന്നെ എടുത്ത് വെപ്പിക്കും. അത് ചെറിയ ആവുമ്പോൾ മോളോടും അങ്ങനെ തന്നെയാണ് പറയൽ. പിന്നെ മോൾക്ക് ഓളായിട്ടുള്ള രീതിയിൽ തന്നെ എടുത്തു വെക്കണം. ഞാൻ ചിലപ്പോൾ എടുത്ത് വെച്ചാൽ ഓൾക്ക് സെറ്റാവില്ല. പിന്നെന്താ, ഇത്ര തന്നെ ഉള്ളൂ നമ്മളൊരു ഈവനിങ് വിശേഷങ്ങൾ. പിന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ട് കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ടോ വ്ളോഗായിട്ടോ വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.